Hi, my dear students. Welcome to Mathematics Online Classes. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ 10th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ സെക്കൻഡ് സെക്ഷനിലെ പ്രോബ്ലംസ് ചെയ്യുകയാണ്. ഓക്കെ, സെക്കൻഡ് സെക്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ള മൂന്ന് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ആൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും. അല്ലെ, ആംഗിൾ ഓൺ ആൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ഓഫ് സെൻട്രൽ ആംഗിൾ. ശിഷ്ടജാപത്തിലെ കോൺ കേന്ദ്ര കോണിന്റെ പകുതിയായിരിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്താ പഠിച്ചു വെച്ചിരിക്കുന്നത്? ആംഗിൾ ഓൺ ആർക്ക് ആൻഡ് ആൾട്ടർനേറ്റ് ആർക്ക് ആർ സപ്ലിമെന്ററി. ചാപത്തിലെയും ശിഷ്ടജാപത്തിലെയും കോണുകൾ അനുപൂരകമാണ്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ആംഗിൾ ഓൺ സെയിം ആർക്ക് ആർ ഈക്വൽ. ഒരേ ചാപത്തിലെ കോണുകൾ തുല്യമാണ്. ഈ മൂന്ന് കൺസെപ്റ്റുകൾ വെച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യുകയായിരുന്നു. ഇനി ഈ ഒരു സെക്ഷനിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ബാലൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്ക് എടുത്തു വെക്കുക. എന്നിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത് നിർത്തിയത് എവിടെയാണെന്ന് നോക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ വരെയാണ് ചെയ്തത്. 6ാമത്തെ ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. പേജ് നമ്പർ 54, പുതിയ ടെക്സ്റ്റ് ബുക്കില് 54ാമത്തെ പേജിലുള്ള 5ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. 6ാമത്തെ ക്വസ്റ്റ്യൻ അതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിരുന്നു. ഇനി അപ്പൊ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ചെയ്യാം? 7ാമത്തെ ക്വസ്റ്റ്യൻ, പുതിയ ടെക്സ്റ്റിലെ പേജ് നമ്പർ 55. 7ാമത്തെ ക്വസ്റ്റ്യൻ എടുത്തു വെക്കുക. നല്ല വൃത്തിയായിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. ഓക്കെ, ആ ക്വസ്റ്റ്യനിൽ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, കാണുന്നുണ്ടാവുമല്ലോ. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഇൻ ദി പിക്ചർ, ചിത്രത്തിൽ എ ബി ആൻഡ് സി ഡി ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ കോഡ് ഓഫ് ദി സർക്കിൾ. എ ബിയും സി ഡിയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് കോഡുകളാണ്. അപ്പൊ അതിനിടയ്ക്കുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. പ്രൂവ് ദാറ്റ് ദി ആർക്ക്, നമ്മൾ പ്രൂവ് ചെയ്യണം, ആർക്ക് എ പി സി ആൻഡ് ബി ക്യു ഡി, രണ്ട് ആർക്ക് പേര് പറഞ്ഞിട്ടുണ്ട്, എ പി സിയും ബി ക്യു ഡിയും ജോയിൻഡ് ടുഗദർ വുഡ് മേക്ക് ഹാഫ് ദി സർക്കിൾ. അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ആ രണ്ട് പാർട്ട്, രണ്ട് ആർക്ക് കൂടെ ഒരുമിച്ചെടുത്താൽ അത് സർക്കിളിന്റെ പകുതിയാകുമെന്ന് പ്രൂവ് ചെയ്യും. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യന്റെ കൂടെ എന്ത് തന്നിട്ടുണ്ട്? ഒരു ഫിഗർ തന്നിട്ടുണ്ട്. നമുക്ക് ആ ഫിഗർ വരച്ചുകൊണ്ട് തുടങ്ങാം. ഇപ്പൊ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒരു സർക്കിള്. ഓക്കെ, അതിനകത്ത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് കോഡ്. ഓക്കെ, കോഡിന്റെ പേര് കൊടുത്തേക്കുന്നത് ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. ഓക്കെ, ഇനി ഇവിടെ ഒരു പോയിന്റ് കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട് പി, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ക്യൂ. ഓക്കെ ആണല്ലോ, രണ്ട് പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് പിയും ക്യൂ. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എ പി സി എന്ന് പറയുന്ന ആർക്കും ബി ക്യു ഡി എന്ന പാർട്ട് കൂടി എടുക്കുമ്പോ സർക്കിളിന്റെ പകുതി കിട്ടും എന്ന് തെളിയിക്കുക. ഓക്കെ, കംപ്ലീറ്റ് സർക്കിൾ ആണെങ്കിൽ സെൻട്രൽ ആംഗിൾ എത്ര ഡിഗ്രിയാ? 360. അല്ലെ, ഒരു വൃത്തം മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ വരുന്ന കോൺ എത്ര ഡിഗ്രിയാണ്? 360. അപ്പൊ നമ്മൾ ഇവിടെ തെളിയിക്കാൻ പോകുന്നത് എ പി സിയുടെ കേന്ദ്രകോണും ബി ക്യു ഡിയുടെ കേന്ദ്രകോണും കൂടെ കൂട്ടുമ്പോൾ 360ന്റെ പകുതിയായ 180 കിട്ടും. 360ന്റെ പകുതി, 360 എന്ന് പറയുമ്പോ കംപ്ലീറ്റ് സർക്കിൾ. അപ്പൊ അതിന്റെ പകുതി കിട്ടുക എന്ന് പറഞ്ഞാൽ എന്തായി? സർക്കിളിന്റെ പകുതിയായി. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്? എ പി സിയുടെ സെൻട്രൽ ആംഗിളും ബി ക്യു ഡിയുടെ സെൻട്രൽ ആംഗിളും ആഡ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. 180 എന്ന് പറയുമ്പോൾ 360യുടെ ഹാഫ്. 360 എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് സർക്കിൾ. അപ്പൊ അതിന്റെ ഹാഫ് എടുക്കുമ്പോൾ ഹാഫ് സർക്കിൾ, വൃത്തത്തിന്റെ പകുതി കിട്ടും. ഓക്കെ, അപ്പൊ അത് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ചെയ്യുന്ന ആദ്യത്തെ പരിപാടി ജോയിൻ എ ഡി, എയും ഡിയും കൂടെ ഒന്ന് ജോയിൻ ചെയ്യും. ഓക്കെ, ഈ ആംഗിൾ നമുക്കറിയാം എത്ര ഡിഗ്രിയാണ്? 90. അപ്പൊ ഈ ആംഗിൾ 90 തന്നെ ആയിരിക്കുമല്ലോ, ശരിയാണല്ലോ. ഇനി ഞാൻ ചെയ്യുന്നത് നോക്കിക്കോണേ. ലെറ്റ് ആംഗിൾ ഡി എ ബി ഈക്വൽ ടു എക്സ് ഡിഗ്രി. ആംഗിൾ ഡി എ ബി എന്തെന്നെടുത്തു? എക്സ് ഡിഗ്രി. ഈ ഒരു ആംഗിൾ എത്രയെന്നെടുത്തു? എക്സ് ഡിഗ്രി എന്നെടുത്തു. അതുപോലെ ആംഗിൾ എ ഡി സി എടുക്കാൻ പോവാം. എന്ത് കിട്ടുമായിരിക്കും? ഈ ആംഗിൾ എക്സ്, ഇത് 90. അപ്പൊ ഈ ആംഗിൾ എന്തായിരിക്കും? എ ഡി സി എന്ന് പറയുമ്പോ ഈ ആംഗിൾ അല്ലേ? ഈ ആംഗിൾ എന്തായിരിക്കും?
എന്ന് പറഞ്ഞേ. ഇത് എക്സ്, ഇത് 90. അപ്പൊ ഇത് എന്തായിരിക്കും? 90 മൈനസ് ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 90 മൈനസ് എക്സ്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാ. ഒരു ആംഗിൾ 90, ഒരു ആംഗിൾ എക്സ് ആണെങ്കിൽ തേർഡ് ആംഗിൾ എന്തായിരിക്കും? 90 മൈനസ് എക്സ്. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കാം. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി കിട്ടണം? 180 കിട്ടണം. അപ്പൊ ഇത് എക്സ്, ഇത് 90. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 90 പ്ലസ് എക്സ്. അപ്പൊ ഇത് 90 മൈനസ് എക്സ് വന്നാലേ എക്സ് എക്സും കൂടെ കട്ട് ചെയ്ത് 90 പ്ലസ് 90 എത്രയെന്ന് എഴുതാൻ പറ്റൂ? 180 എന്ന് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ ഈ സർക്കിളിന്റെ സെന്റർ മാർക്ക് ചെയ്തു. സെന്റർ O എന്നുണ്ട്. ഓക്കെ, മാർക്ക് ദി സെന്റർ O. സർക്കിളിന്റെ സെന്റർ മാർക്ക് ചെയ്ത് O എന്ന് പേര് കൊടുത്തു. ദെൻ പറയാണ് ജോയിൻ OA, OB, OC and OD. ഏതൊക്കെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു? ഓയിൽ നിന്ന് എയിലോട്ട്, ബിയിലോട്ട്, സിയിലോട്ട്, ഡിയിലോട്ട് ലൈൻ വരയ്ക്കാൻ പറഞ്ഞു. അപ്പോ ഓയിൽ നിന്ന് ആദ്യം എങ്ങോട്ട് വരയ്ക്കണം? എയിലോട്ട് ലൈൻ വരച്ചു. അതുപോലെ ബിയിലോട്ട് വരാം, സിയിലോട്ട് വരയ്ക്കണം, ഡിയിലോട്ട് വരയ്ക്കണം. ഓക്കെ, ഇനി എനിക്ക് വേണ്ടത് ആംഗിൾ BOD വേണം. ഓക്കെ, എനിക്ക് ഏത് ആംഗിൾ കണ്ടുപിടിക്കണം? BOD. ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ബിയിലും എൻഡ് ചെയ്തേക്കുന്ന ഡിയിലും അല്ലേ? ഇതുപോലെ ബിയിൽ തുടങ്ങി ഡിയിൽ എൻഡ് ചെയ്യുന്ന ഒരു ആംഗിൾ ഈ പടത്തിൽ ഇല്ലേ? നമുക്ക് ബിയിൽ തുടങ്ങി ഡിയിൽ അവസാനിക്കുന്ന ഒരു ആംഗിൾ ഇല്ലേ? BAD. O സെന്ററിലാണ്. എ എവിടെ കിടക്കുന്നേ? സർക്കിളിലല്ലേ? അപ്പൊ നമുക്ക് പറയാം ഈ ആംഗിൾ ഏതാണ്? BAD എന്ന് പറയുന്ന ആംഗിൾ ആൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ ആണ്. എനിക്ക് വേണ്ടത് ഏത് ആംഗിൾ ആണ്? സെൻട്രൽ ആംഗിൾ. ആൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ എക്സ് ആണെങ്കിൽ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? 2 into x 2x. ഓക്കെ, അപ്പോ BOD എന്ന് പറയുന്ന ആംഗിൾ വേണം. ബിയിൽ തുടങ്ങി ഡിയിൽ അവസാനിക്കുന്ന മറ്റൊരു ആംഗിൾ ഉണ്ട്, BAD. ആ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? x ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ആംഗിൾ എന്താ? x ന്റെ ഇരട്ടി 2x ആയിരിക്കും. ഇനി ഇതുപോലെ ആംഗിൾ AOC എന്ന് പറഞ്ഞേ. എന്ത് വരുമായിരിക്കും AOC? O വന്നുകൊണ്ട് അത് സെൻട്രൽ ആംഗിൾ. എയിൽ തുടങ്ങി സിയിൽ അവസാനിക്കുന്ന മറ്റൊരു ആംഗിൾ ഉണ്ട്, ഏതാ? ADC. ADC എത്ര ഡിഗ്രി? അത് 90 മൈനസ് എക്സ്. അങ്ങനെയാണെങ്കിൽ AOC എന്തായിരിക്കും? സെൻട്രൽ ആംഗിൾ. ഇതിന്റെ ഇരട്ടി എടുക്കണ്ടേ? അപ്പൊ 2 into 90 മൈനസ് എക്സ്. അകത്തേക്ക് ഗുണിച്ചോ? 2 into 90 180 മൈനസ് 2 into x 2x. അപ്പൊ നമുക്ക് ഈ രണ്ടെണ്ണത്തിന്റെയും എന്ത് കിട്ടി? സെൻട്രൽ ആംഗിൾ കിട്ടി. O വന്ന സ്ഥിതിക്ക് സെൻട്രൽ ആംഗിൾ അല്ലേ? അപ്പൊ ആംഗിൾ BOD എന്തുവാ? BQD യുടെ സെൻട്രൽ ആംഗിൾ. ആംഗിൾ AOC എന്തായിരിക്കും? APC യുടെ സെൻട്രൽ ആംഗിൾ. രണ്ട് സെൻട്രൽ ആംഗിളും കിട്ടിയില്ലേ? ആഡ് ആംഗിൾ BOD പ്ലസ് ആംഗിൾ AOC എന്ത് കിട്ടും? 2x പ്ലസ് 180 മൈനസ് 2x പ്ലസ് 2x മൈനസ് 2x കട്ട് ചെയ്ത് കളഞ്ഞു. ബാലൻസ് എന്തുണ്ട്? 180 ഡിഗ്രി. എന്ത് മനസ്സിലായി? ആർക്ക് BQD യുടെയും ആർക്ക് APC യുടെ ആംഗിൾ ആഡ് ചെയ്തപ്പോൾ എത്ര ഡിഗ്രി? സെൻട്രൽ ആംഗിൾ ആഡ് ചെയ്തപ്പോൾ എത്ര ഡിഗ്രി കിട്ടി? 180 ഡിഗ്രി കിട്ടി. അപ്പോ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന BQD എന്ന ചാപത്തിന്റെയും APC എന്ന ചാപത്തിന്റെയും കേന്ദ്രകോണുകൾ കൂട്ടിയപ്പോൾ എത്ര ഡിഗ്രി കിട്ടി? 180 ഡിഗ്രി. അത് 360ന്റെ പകുതി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ആർക്ക് ചേരുമ്പോ? APC ആർക്കിന്റെ സിമ്പൽ നമ്മൾ പഠിച്ചു. അതും അതുപോലെ ആർക്ക് BQDയും കൂടി ചേരുമ്പോൾ എന്തായിട്ട് മാറും? ഹാഫ് സർക്കിൾ. എന്തുകൊണ്ടാണ് ഇത് ഹാഫ് സർക്കിൾ എന്ന് ഞാൻ പറഞ്ഞത്? ഈ രണ്ട് ആംഗിളോട് ആഡ് ചെയ്തപ്പോൾ എനിക്ക് എത്ര ഡിഗ്രി കിട്ടി? 180 ഡിഗ്രി കിട്ടി. അത് 360ന്റെ പകുതി അല്ലേ? 360 ആയിരുന്നെങ്കിൽ കംപ്ലീറ്റ് സർക്കിൾ. അപ്പൊ 360ന്റെ പകുതി ആകുമ്പോൾ അത് എന്ത് സർക്കിൾ ആകും? ഹാഫ് സർക്കിൾ ആകും. സോ നമുക്ക് എന്ത് പറയാം? The arc APC and arc BQD together form a half circle. APC എന്ന് പറയുന്ന ചാപവും BQD എന്ന് പറയുന്ന ചാപവും ചേർത്തെടുത്താൽ അതെന്തായിട്ട് മാറും? ഒരു വൃത്തത്തിന്റെ, ഈ വരച്ചിരിക്കുന്ന വൃത്തത്തിന്റെ പകുതിയായിട്ട് മാറും. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഈ സെക്ഷനിൽ ബാലൻസ് ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്ത്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ 8ാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ വായിച്ചുകൊണ്ട് കൂടെ ഫിഗർ വരയ്ക്കാൻ പോവാം.
ക്വസ്റ്റ്യൻ വായിച്ച് കൂടെ ഫിഗർ വരയ്ക്കും. അപ്പൊ നിങ്ങൾ ആദ്യമേ ക്വസ്റ്റ്യൻ ഒന്ന് നല്ലോണം ഒന്ന് വായിക്കുക, നല്ല വൃത്തിയായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക. ഞാൻ അതിന്റെ ഫിഗർ കൂടി വരയ്ക്കാൻ പോവാണ്. In the picture, A, B, C, D are point on a circle centered at O. അപ്പോ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. സർക്കിളിന്റെ സെന്റർ എന്താണ്? O. അതിന്റെ അകത്ത് 4 പോയിന്റ് ഉണ്ട്. ഏതൊക്കെ? A, B, C, D. അപ്പൊ ഇവിടെ A, ഇവിടെ B, ഇവിടെ C, ഇവിടെ D. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? The line AC and BD are extended to meet at P. അപ്പൊ AC എന്ന് പറയുന്ന ലൈൻ വരച്ചു, അതുപോലെ BD എന്ന് പറയുന്ന ലൈൻ വരച്ചു, എക്സ്റ്റെൻഡ് ചെയ്ത് എവിടെ മീറ്റ് ചെയ്തു? P എന്ന പോയിന്റിൽ മീറ്റ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? The line AD and BC intersect at Q. അതായത് AC യും അതുപോലെ BD യും വരയ്ക്കുമ്പോൾ എവിടെ മീറ്റ് ചെയ്യുന്നു? Q എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. ഇനി എന്താ പറഞ്ഞേക്കുന്നേ? Prove that the angle which the small arc AB make at O. അപ്പൊ AB എന്ന് പറയുന്ന ആർക്ക് O യിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ. അപ്പൊ ആ ലൈൻ ഞാൻ വരയ്ക്കാണ്. ദാ ഈ ഒരു ആംഗിൾ at O is the sum of angle make at P. ദാ P യിൽ ഉണ്ടാകുന്ന ഈ ആംഗിളിന്റെയും Q ഈ ഉണ്ടാകുന്ന ആംഗിളിന്റെയും സം ആണെന്ന് പ്രൂവ് ചെയ്യാം. ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും കൂടെ ആഡ് ചെയ്യുന്നത് എന്തിന് ഈക്വൽ ആവണം? AOB ക്ക് ഈക്വൽ ആവണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ ഒരു ആംഗിൾ എത്രയാണോ അതും ഇതും ഇതും കൂടെ ആഡ് ചെയ്യുന്നത് ഈക്വൽ ആയിട്ട് കിട്ടണം. അപ്പൊ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക. ലെറ്റ് ആംഗിൾ AOB ഈക്വൽ ടു x ഡിഗ്രി. ഈ കൊടുത്തിരിക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രി എന്ന് എടുത്തു? x ഡിഗ്രി. ഈ ആംഗിൾ x ഡിഗ്രി ആണെങ്കിൽ ഇതെന്തായിരിക്കും? AOB സെൻട്രൽ ആംഗിൾ. ഈ ആംഗിളിന്റെ പേര് നോക്കിയേ, ADB. സെയിം പോയിന്റ് നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, സെയിം പോയിന്റിൽ എൻഡ് ചെയ്തേക്കുന്നത്. O മാറിയിട്ട് എന്തായി? D ആയി. അപ്പൊ ഇത് ആൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ ആണ്. സോ ഇത് x ആകുമ്പോൾ ഇതെന്തെന്ന് കിട്ടും? x/2. അതുപോലെ വരുന്നൊരു പോയിന്റ് എന്തിനാണ് ഇതും? ഈ രണ്ട് ആംഗിൾ ഒന്ന് നോക്കിയേ, സെയിം ആർക്കിലല്ലേ? ഇത് നമ്മുടെ ചെറിയ ആർക്ക്, ഇത് AB എന്ന് പറഞ്ഞ വലിയ ആർക്ക്. അതിലല്ലേ ഈ രണ്ട് ആംഗിളും കിടക്കുന്നേ? അപ്പൊ ഇത് x/2 ആകുമ്പോൾ ഇത് എന്താവണം? x/2. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഇത് നേരെ നോക്കി കഴിഞ്ഞാൽ ഇതൊരു ലീനിയർ പെയർ അല്ലേ, രേഖീയ ജോഡിയല്ലേ? ഇത് x/2 ആണെങ്കിൽ ഈ ആംഗിൾ എന്ത് വരും? ഒന്ന് പറഞ്ഞേ, ഈ ഒരു ആംഗിൾ എന്ത് വരും? 180 മൈനസ് x/2 എങ്കിലല്ലേ കൂട്ടുമ്പോൾ 180 കിട്ടും. അതുപോലെ ഇത് x/2 ആകുമ്പോ ഈ ആംഗിൾ എന്തായിരിക്കും? 180 മൈനസ് x/2. ഓക്കെ ആണ്. ഇനി ഈ ആംഗിൾ എത്രയാണോ അത് തന്നെ ആയിരിക്കത്തില്ലേ ഇതും? ഇത് രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ? അപ്പൊ ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഫിഗറിൽ ഞാൻ കുറെ ആംഗിൾ മാർക്ക് ചെയ്തു. ഇത് x എന്ന് എടുത്തപ്പോൾ ഇത് എന്ത് കിട്ടി? x/2. അതുപോലെ ഇതും എന്ത് കിട്ടി? x/2. ഇത് x/2 ആണെങ്കിൽ എന്തായിരിക്കും? 180 മൈനസ് x/2. കാര്യം ഇത് ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡിയാണ്. അതുപോലെ ഇത് x/2 ആയപ്പോൾ ഇത് എന്തായി? 1 മൈനസ് x/2 എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ഇതിന്റെ അകത്ത് ഒരു ക്വാഡ്രിലാറ്ററൽ, ഒരു ചതുർഭുജം എടുക്കാൻ പോവാം. പേര് കറക്റ്റ് നോക്കിക്കോണേ. PCQD. ഞാനൊരു ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ഒരു ചതുർഭുജം എടുത്തു. പേരെന്താണ്? PCQD. PCQD. ഈ ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ടോ? അത് കൺസിഡർ ചെയ്യണം. അതിലെ ഓരോ ആംഗിൾ നോക്കുക. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഈ 4 ആംഗിൾ ഉണ്ടോ? ഈ 4 ആംഗിളോട് ആഡ് ചെയ്താൽ എത്ര ഡിഗ്രി കിട്ടണം? 360. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ക്വാഡ്രിലാറ്ററലിലെ എല്ലാ ആംഗിളും കൂടെ ആഡ് ചെയ്താൽ എത്ര ഡിഗ്രി കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അപ്പൊ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. സോറി, ആഡ് ചെയ്താൽ എത്ര ഡിഗ്രി കിട്ടണം? 360 ഡിഗ്രി. 180 അല്ല, ഒരു ക്വാഡ്രിലാറ്ററലിലെ 4 കോണുകളോട് കൂട്ടിയാൽ എത്ര ഡിഗ്രിയാണ് കിട്ടേണ്ടത്? 360 ഡിഗ്രി. അപ്പൊ ഈ 4 കോണും കൂടെ കൂട്ടുമ്പോൾ എനിക്ക് 360 ഡിഗ്രി കിട്ടണം. ഓരോന്നായിട്ട് ഇത് കൂട്ടാൻ പോവാ. ഈ കോണിന്റെ പേര് പറഞ്ഞാൽ ഇവിടെ തുടങ്ങാം. ഇതിന്റെ പേരെന്താ? ആംഗിൾ DQC. ഇത് ഈ ആംഗിൾ പ്ലസ് പേര് എഴുതില്ല, വാല്യൂ നമുക്കറിയാം 180 മൈനസ് x/2. ഇനി ഈ ആംഗിളിന്റെ പേരെന്ന് പറഞ്ഞു നോക്കി, പ്ലസ്
ആംഗിൾ സി പി ഡി പ്ലസ് ഈ ആംഗിൾ എത്രയാ 180 മൈനസ് x/2 ഈക്വൽ ടു എത്രയെന്ന് കിട്ടണം 360 ഡിഗ്രി. ഇനി കൂട്ടിയെടുക്കാം. ദാ ഇതും എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ആദ്യം എഴുതി ആംഗിൾ ഡി ക്യു സി പ്ലസ് ആംഗിൾ സി പി ഡി പ്ലസ് 180 പ്ലസ് 180 എത്ര കിട്ടും 360. 180 കൂടെ കൂട്ടിയാൽ 360. x/2 x/2 കൂടെ കൂട്ടിക്കോ. രണ്ട് മൈനസ് അല്ലേ, ഒരേ ചിഹ്നമാണെങ്കിൽ കൂട്ടിയാൽ അതേ ചിഹ്നം. x/2 കൂടെ കൂട്ടിയാൽ x അല്ലെ, xന്റെ പകുതി കൂടെ കൂട്ടിയാൽ x കിട്ടും. രണ്ടിന്റെ ചിഹ്നം എന്താ -x ഈക്വൽ ടു 360. ഈ 360 ഈ 360 വെട്ടിക്കൂടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ആംഗിൾ ഡി ക്യു സി പ്ലസ് ആംഗിൾ സി പി ഡി -x അതാണ് അപ്പുറത്തുണ്ട്, പ്ലസ് x അപ്പുറത്താകുമ്പോ -x അപ്പുറത്താകുമ്പോ പ്ലസ് x. അപ്പൊ ഈക്വൽ ടു എനിക്ക് എന്തെന്ന് എഴുതാം x എന്ന് എഴുതാം. ആൻസർ ആംഗിൾ ഡി ക്യു സിയും ആംഗിൾ സി പി ഡി കൂടെ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി കിട്ടുന്നു x ഡിഗ്രി കിട്ടുന്നു. ഇനി നോക്കിക്കോണേ, സി ക്യു ഡി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡി ക്യു സി എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ അല്ലേ, ഇത് എത്രയാണോ അതും ഇതും ഈക്വൽ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഡി ക്യു സിയുടെ അടുത്ത് എനിക്ക് ഈ ആംഗിളിന്റെ പേര് കൊടുത്തൂടെ. ഈ ആംഗിളിന്റെ പേരെന്താ എ ക്യു ബി. അപ്പൊ ആംഗിൾ ഡി ക്യു സി എന്നുള്ളത് മാറ്റി ഞാൻ എന്തെടുക്കുന്നു ആംഗിൾ എ ക്യു ബി പ്ലസ് അടുത്ത ആംഗിളിന്റെ പേരെന്താ സി പി ഡി. സി പി ഡി സിയില് എൻഡിൽ വരുന്ന ഒരു പോയിന്റ് ആണ് എ. അപ്പൊ സിയുടെ സ്ഥാനത്ത് എനിക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം എ എഴുതാം. അതുപോലെ ഇവിടെ ഡി ആണ്, ഡിയുടെ എൻഡിൽ എന്ത് വരുന്നു ബി. അപ്പൊ ഡിയുടെ സ്ഥാനത്ത് എനിക്ക് ബി എഴുതി കൂടെ. അപ്പൊ എങ്ങനെ വരും ആംഗിൾ സി പി ഡി, സിയുടെ സ്ഥാനത്ത് എയും പി അതുപോലെ ഇട്ടു, ഡിയുടെ സ്ഥാനത്ത് ബിയും എഴുതി. ഈക്വൽ ടു എത്ര ഡിഗ്രി x ഡിഗ്രി. ഇനി ക്വസ്റ്റ്യൻ ഏറ്റവും ആദ്യം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് എന്താ x ഡിഗ്രി എന്ന് എടുത്തേക്കുന്നേ ഈ ഒരു ആംഗിൾ അല്ലേ. അപ്പൊ എങ്ങനെ എഴുതാം ആംഗിൾ എ ക്യു ബി പ്ലസ് ആംഗിൾ എ പി ബി ഈക്വൽ ടു x എന്ന് പറയുമ്പോ ആംഗിൾ എ ഒ ബി. ഓക്കെ ആണേ. അപ്പൊ ഇത് എവിടെ ഉണ്ടായ ആംഗിൾ ക്യൂയില്, ഇത് എവിടെ ഉണ്ടായത് പിയില്. ക്യൂയിലും ബിയിലുള്ള ആംഗിൾ ആഡ് ചെയ്തപ്പോൾ എവിടെയുള്ള ആംഗിൾ കിട്ടി ഓയിലുള്ള ആംഗിൾ, അതായത് സ്മോൾ എ ബിയുടെ സെൻട്രൽ ആംഗിൾ കിട്ടി. പിയിലെയും ക്യൂയിലെയും ആംഗിൾ ആഡ് ചെയ്തപ്പോ എന്ത് കിട്ടി സ്മോൾ ആർക്ക് എ ബിയുടെ സെൻട്രൽ ആംഗിൾ കിട്ടി. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇതുപോലെ നമുക്ക് എവിടെ ചോദിക്കാം എക്സാമിന് ചോദിക്കാം. സോ വൃത്തിയായിട്ട് എന്ത് ചെയ്യുക എഴുതി പഠിക്കുക. ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ആവുമ്പോ ഏത് പാർട്ട് സർക്കിൾസിന്റെ സെക്കൻഡ് പാർട്ട് കംപ്ലീറ്റ് ആയി. ആർക്കും ആംഗിളും റിലേറ്റ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റുകൾ കംപ്ലീറ്റ് ആയി. അപ്പൊ ആദ്യം പഠിച്ചത് ഡയമീറ്ററും ആംഗിളും തമ്മിലുള്ള റിലേഷൻ ആയിരുന്നു. രണ്ടാമത് നമ്മൾ ആർക്കും ആംഗിൾ തമ്മിലുള്ള റിലേഷൻ പഠിച്ചു. അവിടെ ആൾട്ടർനേറ്റ് ആർക്ക് വരുന്നുണ്ട്, പിന്നെ എന്ത് വരുന്നുണ്ട് കേന്ദ്രകോൺ സെൻട്രൽ ആംഗിൾ വരുന്നുണ്ട്, ആംഗിൾ ഓൺ ആർക്ക്, അങ്ങനെ പല കാര്യങ്ങൾ വരുന്നുണ്ട്. അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഓക്കെ, രണ്ട് സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ തേർഡ് സെക്ഷനിലോട്ട് പോവാണ്. എന്താണ് തേർഡ് സെക്ഷനിൽ പഠിക്കാനുള്ളത്? ഇത് ചെറിയ കൺസെപ്റ്റ്, സിമ്പിൾ കൺസെപ്റ്റ് ആണ്. തേർഡ് സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ള സംഭവം ഇത്രേ ഉള്ളൂ. ഹെഡിങ് ഇതാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. മലയാളം വീഡിയോ ആണെങ്കിൽ ചക്രീയ ചതുർഭുജം. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾക്ക് പഠിക്കാനുള്ള കാര്യം ഇതാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജം. ഓക്കെ, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജം എന്താണ് സംഭവം എന്ന് അറിയണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഞാനൊരു ക്വാഡ്രിലാറ്ററൽ വരച്ചു. ഓക്കെ, ഇഷ്ടമുള്ളവർക്ക് വരയ്ക്കാൻ ഞാനൊരു ക്വാഡ്രിലാറ്ററൽ വരച്ചു. പേര് കൊടുത്തു എ ബി സി ഡി. ഓക്കെ, ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചു, പേരെന്താണ് എ ബി സി ഡി. ഇനി ഞാൻ ചെയ്ത് ഇത്രേ ഉള്ളൂ, ഒരു സർക്കിൾ വരച്ച് നോക്കാം. ഓക്കെ, ഒരു സെന്റർ എടുത്തുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുന്നു. അത് എയിൽ കൂടി കയറി ബിയിൽ ടച്ച് ചെയ്ത് സി വഴി ഡിയിൽ കൂടി എവിടെ തിരിച്ചു വന്നു എയിൽ തിരിച്ചു വന്നു. അപ്പൊ ഞാനൊരു സർക്കിൾ വരച്ചു. എന്തിൽ വരച്ചു? ഈ ക്വാഡ്രിലാറ്ററൽ വരച്ചു. അപ്പൊ വരച്ചപ്പോ എന്ത് മനസ്സിലായി? ക്വാഡ്രിലാറ്ററലിന്റെ ഓരോ വെർട്ടെക്സിൽ കൂടി ചതുർഭുജത്തിന്റെ എല്ലാ മൂലകളിൽ കൂടിയുമാണ് എന്ത് കടന്നു പോയിരിക്കുന്നത്
വൃത്തം കടന്നു പോയിരിക്കുന്നത്. അപ്പൊ വൃത്തം എയിലുണ്ട്, ബിയില്, സിയില്, ഡിയില് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോ വെർട്ടെക്സിൽ കൂടി ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റി? ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റി. അങ്ങനെ ഒരു ക്വാഡ്രിലാറ്ററിനകത്ത്, ഒരു ചതുർഭുജത്തിന്റെ അകത്ത് അല്ലെങ്കിൽ ചതുർഭുജത്തിലെ എല്ലാ മൂലകളിൽ കൂടിയും ടച്ച് ചെയ്തുകൊണ്ട് തട്ടിക്കൊണ്ട് ഒരു വൃത്തം വരയ്ക്കാൻ പറ്റിയാൽ ആ ചതുർഭുജത്തിന് വിളിക്കുന്ന പേര്, ആ ക്വാഡ്രിലാറ്ററിനെ വിളിക്കുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജം. അപ്പൊ നമ്മൾ വരയ്ക്കുന്ന വൃത്തം ചതുർഭുജത്തിലെ 4 മൂലകളിലും തട്ടിക്കൊണ്ടാണ് പോകുന്നത്. ടച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ, 4 മൂലകളിൽ കൂടി കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് വിളിക്കാം? ചക്രീയ ചതുർഭുജം. ഓക്കെ, അപ്പൊ നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു. ആ സർക്കിള് ക്വാഡ്രിലാറ്ററിലെ 4 വെർട്ടെക്സിൽ കൂടിയും പാസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, 4 മൂലകളാണ് ഒരു ക്വാഡ്രിലാറ്റർ ഉണ്ടാവുന്നത്. ആ ക്വാഡ്രിലാറ്റർ 4ൽ കൂടിയും ഒരു വൃത്തം വരയ്ക്കാൻ പറ്റിയാൽ അതിനെ എന്തെന്ന് വിളിക്കാം? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, ഇനി നമുക്ക് വൃത്തം വരച്ച് നോക്കാൻ പറ്റത്തില്ല. എല്ലാ ക്വസ്റ്റിനും നമുക്ക് വൃത്തം വരച്ച് നോക്കാൻ പറ്റില്ല. അപ്പൊ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണോ, ചക്രീയ ചതുർഭുജം ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു റൂൾ ഉണ്ട്, മറ്റൊരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മെത്തേഡ് വേറെ ഒന്നുമില്ല. ഇവിടുത്തെ ആംഗിൾ ഉണ്ടോ? ഈ ഒരു ആംഗിൾ ഉണ്ടോ? അതിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ഒരു ആംഗിൾ ഉണ്ടോ? അപ്പോ ആംഗിൾ എ, അതിന് ഓപ്പോസിറ്റ് എന്തുണ്ട്? ആംഗിൾ സി. ഈ 2 ആംഗിളും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി വരും. അതുപോലെ ബി എന്ന് പറയുന്ന ആംഗിൾ ഉണ്ടോ? അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഉണ്ടോ? ഡി. ഈ 2 ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി തന്നെ വരണം? 180 ഡിഗ്രി വരണം. ഓക്കെ, അപ്പോ എന്താണ് സൈക്ലിക് ക്വാഡ്രിലാറ്റർ എന്ന് ചോദിച്ചാൽ നമ്മൾ വരയ്ക്കുന്ന വൃത്തം ക്വാഡ്രിലാറ്ററിന്റെ എല്ലാ വെർട്ടെക്സിൽ കൂടിയും പാസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് സൈക്ലിക് ക്വാഡ്രിലാറ്റർ എന്ന് പറയാം. എന്താ സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ പ്രത്യേകത? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. എതിർ കോണുകൾ അനുപൂരകമാണ്. കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. ഓക്കെ, അപ്പൊ ഒരു ചതുർഭുജത്തിന്റെ എതിർ കോണുകൾ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടുകയാണെങ്കിൽ അത് എന്തായിരിക്കും? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജമായിരിക്കും. എന്താണ് ചക്രീയ ചതുർഭുജത്തിന്റെ പ്രത്യേകത? എതിർകോണുകൾ അനുപൂരകമാണ്. അത് കൃത്യമായിട്ട് ഓർത്തു വെക്കും. എന്താണ് ചക്രീയ ചതുർഭുജം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു വൃത്തം വരയ്ക്കുമ്പോൾ ചതുർഭുജത്തിന്റെ 4 മൂലകളിൽ കൂടി കടന്നു പോകണം. അങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ അതിനെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജങ്ങൾ എന്ന് പറയുന്നു. അവിടെ എതിർകോണുകൾ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ഓക്കെ, അങ്ങനെ സിമ്പിൾ ആയിട്ട് ഞാൻ ചോദിക്കുക, റെക്ടാംഗിൾ അല്ലെങ്കിൽ ചതുരം സൈക്ലിക് ആണോ അല്ലയോ? ചതുരം ചക്രീയ ചതുർഭുജമാണോ? റെക്ടാംഗിൾ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണോ? ഒന്ന് ആലോചിച്ച് നോക്കുക. എന്താ റെക്ടാംഗിളിന്റെ പ്രത്യേകത? എല്ലാ ആംഗിളും 90 ഡിഗ്രി ആണ്. ശരിയല്ലേ? എല്ലാ കോണുകളും 90 ഡിഗ്രി അല്ലേ? എല്ലാ കോണുകളും 90 ഡിഗ്രി ആണെങ്കിൽ എതിർ കോണുകൾ കൂട്ടുമ്പോൾ 180 കിട്ടത്തില്ലേ? 90 + 90 180. അപ്പൊ എതിർ കോണുകളുടെ തുക 180 ഡിഗ്രി കിട്ടി. അപ്പോ ചതുരം എന്താണ്? ഒരു ചക്രീയ ചതുർഭുജമാണ്. ശരിയല്ലേ? ചതുരം നമ്മൾ ഇങ്ങനെയല്ലേ വരയ്ക്കുന്നേ? ഈ കോൺ 90, ഇത് 90, എല്ലാ കോണുകളും 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇതും കൂടെ കൂട്ടുമ്പോൾ 90 + 90 എത്രയാ? 180. അതുപോലെ ഇതും കൂടെ കൂട്ടിയാലും എത്ര തന്നെ വരും? 90 + 90 എത്രയാ? 180. എതിർകോണുകൾ അനുപൂരകമായില്ലേ? ഓപ്പോസിറ്റ് ആംഗിൾ എന്തായിട്ട് മാറി? സപ്ലിമെന്ററി ആയി. അപ്പൊ റെക്ടാംഗിൾ എന്താണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഇതുപോലെ സ്ക്വയറും എന്ത് തന്നെയാണ്? സൈക്ലിക് ആണ്. ശരിയല്ലേ? സ്ക്വയറും എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. എന്തുകൊണ്ടാ? എല്ലാ ആംഗിളും 90 ഡിഗ്രി അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഡിഗ്രി കിട്ടും? 180 ഡിഗ്രി കിട്ടും. ഓക്കെ, ഇനി നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. വർക്ക് ഡൗൺ പ്രോബ്ലം ആണ് ചെയ്തിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത്. പ്രൂവ് ദാറ്റ് ഐസോസെലസ് ട്രപ്പീസിയം ഈസ് സൈക്ലിക്. ഐസോസെലസ് ട്രപ്പീസിയം ഈസ് സൈക്ലിക്. സമപാർശ്വ ലംബകം ചക്രീയമാണെന്ന് തെളിയിക്കുക. ഐസോസെലസ് ട്രപ്പീസിയം ഇത് എന്താണെന്ന് പ്രൂവ് ചെയ്യണം? സൈക്ലിക്.
ചക്രീയമാണെന്ന് തെളിയിക്കുക. സമപാർശ്വലംബകം എന്താണ്? ഐസോസിലസ് ട്രപ്പീസിയം അഥവാ സമപാർശ്വലംബകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ചതുർഭുജമാണ്. എത്ര വശങ്ങൾ ഉണ്ടാകും? 4 വശങ്ങൾ ഉണ്ടാകും. ഈ 4 വശങ്ങൾക്ക് ഉള്ള പ്രത്യേകത എന്താണ്? അത് പറയുന്നതിന് വേണ്ടി ഞാൻ പേര് കൊടുക്കുകയാണ് ABCD. ഇതില് AB പാരലൽ ടു CD യും AD ഈക്വൽ ടു BC യുമാണെങ്കിൽ ഈ 2 വശങ്ങൾ പാരലൽ സമാന്തരവും ഈ 2 വശങ്ങൾ തുല്യവുമാണെങ്കിൽ, ഇത് 2 സമാന്തരവും ഇത് 2 തുല്യവുമാണെങ്കിൽ ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഐസോസിലസ് ട്രപ്പീസിയം. ഇപ്പൊ എന്താണ് ഐസോസിലസ് ട്രപ്പീസിയം? One pair of opposite sides are parallel and non-parallel sides are equal. Then it is called isosceles trapezium. ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരവും സമാന്തരമല്ലാത്ത വശങ്ങൾ തുല്യവുമാവുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സമപാർശ്വലംബകം. സമപാർശ്വലംബകം അല്ലെങ്കിൽ ഐസോസിലസ് ട്രപ്പീസിയം സൈക്ലിക് ആണോ എന്ന് നോക്കണം. സൈക്ലിക് ആവണമെങ്കിൽ കണ്ടീഷൻ എന്താ? ഓപ്പോസിറ്റ് ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. ഓക്കെ, ഇനി എന്താ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഐസോസിലസ് ട്രപ്പീസിയത്തിന്റെ പ്രത്യേകത എന്താ? സമപാർശ്വലംബകത്തിന്റെ പ്രത്യേകത എന്താ? ആംഗിൾ എ ഈക്വൽ ടു എന്തായിരിക്കും? ആംഗിൾ ബി. ഈ 2 കോണുകളും തുല്യമായിരിക്കും. അത് എന്തിന്റെ പ്രത്യേകതയാണ്? ഐസോസിലസ് ട്രപ്പീസിയത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ആദ്യമേ ഞാൻ എഴുതി വെച്ചു ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി. ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നത് എ ബിയും സി ഡിയും എന്ത് ലൈൻസ് ആണ്? എ ബിയും സി ഡിയും പാരലൽ ലൈൻസ് അല്ലേ? എ ബിയും സി ഡിയും പാരലൽ ആണെങ്കിൽ ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ഇത് 2 പാരലൽ ലൈൻസ്. അതിനെ കട്ട് ചെയ്തുകൊണ്ടല്ലേ ഈ ലൈൻ വരച്ചിരിക്കുന്നത്. അപ്പൊ പാരലൽ ലൈനെ കട്ട് ചെയ്തുകൊണ്ട് എന്ത് വരച്ചിരിക്കുന്നു? ട്രാൻസ്വേഴ്സൽ വരച്ചിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ വരുന്ന 2 ആംഗിൾ, ഈ ആംഗിളും ഈ ആംഗിളും എന്ത് ആംഗിൾ ആണ്? കോ ഇന്റീരിയർ ആംഗിൾ ആണ് അല്ലെ? ഈ 2 ആംഗിൾ എന്താണ്? കോ ഇന്റീരിയർ ആംഗിൾ ആണ്. എന്താ കോ ഇന്റീരിയർ ആംഗിളിന്റെ പ്രത്യേകത? കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ഇത് 2 സമാന്തര രേഖകളാണ്. അതിനെ മുറിച്ചുകൊണ്ടാണ് AD എന്ന് പറയുന്ന വര വരച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഉണ്ടാകുന്ന 2 കോണുകൾ ഏകാന്തര കോണുകളാണ്. ആ 2 കോണുകൂടെ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് ആംഗിൾ എ ഈക്വൽ ടു എന്താണ്? ആംഗിൾ ബി. അപ്പോ ആംഗിൾ എ കിടക്കുന്നിടത്ത് എനിക്ക് ആംഗിൾ ബി എഴുതിക്കൂടെ? ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു എത്ര ഡിഗ്രി എന്ന് വരൂടാ? 180. ശരിയല്ലേ? അപ്പൊ ഈ കോണും കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടുന്നു? 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടിയാലും എത്ര ഡിഗ്രി എന്താ വരണം? 180. ടോട്ടൽ 360 കിട്ടണ്ടേ? അപ്പൊ ഇത് കൂട്ടുമ്പോ 180 ആണെങ്കിൽ ഇത് കൂട്ടുമ്പോഴും എത്ര ഡിഗ്രി എന്ന് വരണം? 180 ഡിഗ്രി വരണം. ഇപ്പൊ എന്ത് മനസ്സിലായി? ഇതിന്റെ എതിർ കോണുകൾ അനുകൂലകമാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിട്ട് മാറി? ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെന്ററി ആയിട്ട് മാറി. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ABCD എന്തായിട്ട് മാറും? ഇസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ABCD എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? ഒരു ചക്രീയ ചതുർഭുജമായിട്ട് മാറുന്നു. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഐസോസിലസ് ട്രപ്പീസിയം എന്താണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഓക്കെ, കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അപ്പൊ നമ്മുടെ മനസ്സിൽ വരുന്ന കേസ് ഇത്രേ ഉള്ളൂ. സൈക്ലിക് ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി ഉണ്ടോ നോക്കുക. 180 ഡിഗ്രി വരുന്നുണ്ടോ നോക്കുക. 180 ഡിഗ്രി ഉണ്ടെങ്കിൽ അത് സൈക്ലിക് ആണ്, അല്ലെങ്കിൽ അത് എന്തല്ല? സൈക്ലിക് അല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞ സെക്ഷൻ 2-ലെ 2 ക്വസ്റ്റ്യൻസ് ബാലൻസ് ഉള്ളത് ചെയ്തു. അടുത്തൊരു സെക്ഷൻ പഠിച്ചു. എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ പഠിച്ചു. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്തു. അപ്പൊ എന്താണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് ചോദിച്ചാൽ നമ്മുടെ മൈൻഡിൽ വരേണ്ട കേസ് എന്താണ്? സർക്കിൾ വരയ്ക്കുമ്പോൾ ഒരു ക്വാഡ്രിലാറ്ററിന്റെ എല്ലാ വെർട്ടെക്സ് സർക്കിളിൽ ആണെങ്കിൽ അതിന് നമുക്ക് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാം. എന്താ സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ പ്രത്യേകത?
ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. എതിർ കോണുകൾ അനുപൂരകമാണ്. കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. ഓക്കെ, ഇനി നമുക്ക് ഈ സെക്ഷനിലെ ബാലൻസ് പ്രോബ്ലംസ് ഉണ്ട്. എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.